ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്നല്ലേ, കുറച്ച് ദിവസം മുന്നേ നമ്മൾ കുറച്ച് കാച്ചിൽ, കുറച്ച് ചേന, കുറച്ച് ചേമ്പ്, കുറച്ച് മരിച്ചീനി, അങ്ങനെ കുറച്ച് വാഴ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ പറമ്പിൽ നട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇതിൻ്റെ ഒന്നും കായ്ഫലം നമുക്ക് കിട്ടിയില്ല. എന്തിന്, വാഴയുടെ തണ്ട് പോലും കിട്ടിയില്ല ഗൈസ്. സംഭവം എന്താണെന്നല്ലേ, നമ്മുടെ നാട്ടിൽ മുഴുവൻ പന്നിയാണ് ഗൈസ്, പന്നി. എവിടെ നിന്നൊക്കെയോ വന്ന് ഒരുപാട് പന്നികൾ ചേർന്ന് നമ്മുടെ വിളയിൽ ഫുൾ അറ്റാക്കിംഗ് ആണ്. മനുഷ്യനൊന്നും തിന്നാൻ കിട്ടിയില്ലെങ്കിലും അവർക്കിതെല്ലാം തിന്നാൻ കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് പരസഹായം കൂടുതലുള്ള കൂട്ടത്തിലാണ് ഈ പന്നികൾ. കാരണം എന്താണെന്നല്ലേ, നമ്മുടെ പറമ്പിൽ വീണ് കിടക്കുന്ന തേങ്ങയെല്ലാം അവർ പൊതിച്ചിട്ടിട്ട് പോകാറുണ്ട്. ചില സമയത്ത് പാവങ്ങൾ കുറച്ച് അവർ കഴിച്ചിട്ട് പോകും, ബാക്കി നമുക്കിട്ടേക്കും. അങ്ങനെ എൻ്റെ അമ്മ കണ്ടുപിടിച്ച മാർഗമാണ് എങ്ങനെ പന്നിയിൽ നിന്നും സംരക്ഷിച്ച് ഈ സാധനങ്ങൾ നടാന്ന്. അങ്ങനെ എൻ്റെ അമ്മ കുറച്ച് ചെറുകിഴങ്ങ് 2 ചാക്കിലായിട്ട് നട്ടുവെച്ചു. അപ്പോൾ അന്ന് അമ്മ അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ കുറേ പേര് അമ്മയെ കളിയാക്കിയായിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് കണ്ടപ്പോൾ ശരിക്കും അമ്മയോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയായിരുന്നു ഗൈസ്. കാരണം അമ്മ കഷ്ടപ്പെട്ടതിനുള്ള ഫലമാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് അമ്മ ഈ ചാക്ക് പൊളിച്ചപ്പോൾ ശരിക്കും ഞങ്ങൾ വിചാരിച്ചു ഇതിനകത്തൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ച്. പക്ഷേ കുറച്ചങ്ങോട്ട് പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും ഞങ്ങളെപ്പോലെ തന്നെ വിചാരിച്ചു ഇതിനകത്ത് സംഭവം ഒന്നും ഉണ്ടാവില്ല, പണിയെടുത്തത് വെറുതെയാണെന്ന്. പക്ഷെ പിന്നീടാണ് നമ്മൾ ആ കാഴ്ച കണ്ടത്. എങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കിഴങ്ങായിട്ട് അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്ന സംഭവം. അപ്പോൾ ആദ്യം കണ്ട ഈ 2 കായെന്നേ വരുന്നുള്ളൂ. അത് 2 കിട്ടിയപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു ഇനി ഇതിനകത്തൊന്നും കാണത്തില്ല എന്ന്. അമ്മയും അങ്ങനെ തന്നെ വിചാരിച്ച. പക്ഷേ ആ ചാക്ക് അമ്മ മറിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അതിനകത്തുണ്ടായിരുന്ന സംഭവം നമ്മൾ കാണാൻ തുടങ്ങിയത്. ശരിക്കും അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിട്ടോ ഇതൊക്കെ എടുത്തത്. പിന്നെ എനിക്ക് അമ്മയെ സഹായിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു പാവ അമ്മ എന്നെ ചെയ്യട്ടെ എന്ന്. അല്ലാതെ എനിക്ക് അമ്മയെ സഹായിക്കാൻ മനസ്സിലാത്തതുകൊണ്ടല്ല ഗൈസ്. കണ്ടില്ലേ, ആഹാ എത്ര മനോഹരമായ കാഴ്ചയല്ലേ. ശരിക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ. ഇത് തിന്നാലോ എന്നുള്ള സന്തോഷം ഒന്നാമത്, പിന്നെ അമ്മയുടെ കഷ്ടപ്പാടിനുള്ള ഫലം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം രണ്ടാമത്. അപ്പോൾ നിങ്ങളും പന്നിശല്യമുള്ള സ്ഥലത്ത് പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും നല്ല കായ്ഫലം ലഭിക്കും ഉറപ്പായിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനൊക്കെ ഉണ്ടായി, ഇതിൻ്റെ മുകൾ മുതൽ താഴെ അറ്റം വരെ ഉണ്ടായിരുന്നു അപ്പം ശരിക്കും ഈ മണ്ണ് ഇതിനകത്തൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാൻ പോയതാണ്. പക്ഷേ അതിനകത്ത് അടിഭാഗത്ത് പിന്നെയും കായുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൈഡിൽ കൂടി നിന്ന് എൻ്റെ അമ്മാമ്മ ഇതെല്ലാം ശേഖരിക്കുന്നുണ്ടായിരുന്നേ. കാരണം എൻ്റെ അമ്മാമ്മയ്ക്ക് ഈ വക സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്മ 1ാമത്തെ ചാക്ക് തിരിച്ച് മണ്ണ് അതുപോലെ എടുത്ത് വയ്ക്കുകയാണ്. കാരണം ഇനിയും നടാലോ എന്ന് പറഞ്ഞിട്ട് അമ്മ അതുപോലെ പിന്നെയും തിരിച്ചെടുത്ത് വയ്ക്കുകയാണ്. അങ്ങനെ 1ാമത്തെ ചാക്ക് പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കായ്ഫലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്രയും ചെറുകിഴങ്ങ് അതിനകത്തുണ്ടായിരുന്നു ആ ഒരു ചാക്കിനകത്ത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കൃഷി രീതിയാണ് എന്ന് തന്നെ പറയാം. കാരണം പന്നിയുടെയൊക്കെ ശല്യമുള്ള സ്ഥലത്താണെങ്കിൽ എന്തൊക്കെയായാലും നമ്മൾ ജസ്റ്റ് ഒരു മരിച്ചീന് തണ്ട് നട്ടാൽ തന്നെ അതെല്ലാം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇങ്ങനെ നട്ടു നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പന്നിയുടെ ശല്യം ഉണ്ടാകത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത് പന്നിയൊന്നും ചെയ്തില്ല. പക്ഷേ അതിൻ്റെ അടുത്ത് നമ്മൾ നട്ടിരുന്ന കാച്ചിൽ പന്നി ആദ്യമേ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ നേരം ഇരുട്ടി തുടങ്ങി. അപ്പോഴേക്കും അമ്മ 2ാമത്തെ ചാക്കിനെ വെറുതെ വിടില്ല, ഞാൻ ഇതിനകത്ത് എന്താണെന്ന് കണ്ടുപിടിക്കട്ടേ നോക്കി അമ്മ ഇങ്ങനെ അതും പൊളിക്കാൻ തുടങ്ങി. അതിൻ്റെ മീതെ തന്നെ കിഴങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എത്ര കിഴങ്ങുണ്ടാവുമെന്ന്. ലാസ്റ്റ് എല്ലാം പൊളിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇത്രയും കിഴങ്ങുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പന്നിയുടെ ശല്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സക്സസ്ഫുള്ളായിട്ട് കിട്ടും.